ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്നത്തേത് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലും തുമ്പില്ലാതെ ഒരു അവസാനിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചെങ്ങാണ്ട് ഇതാ നമ്മുടെ ഇന്നത്തെ വ്ളോഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ വീഡിയോക്കൊക്കെ വ്യൂസ് വീണ്ടും വളരെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വ്യൂസ് കുറവാണ്. കമൻറ്റും ലൈക്കും ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാൻ കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറുപഴം തലേദിവസം അരി വെള്ളത്തിലിടാനും കൂട്ടിയേക്കാനും ഒക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പാൻ കേക്ക് പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഒരു മുട്ടയും 2 ചെറുപഴം അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദ ആണെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴവും മുട്ടയും പാലും പഞ്ചസാരയൊക്കെ. ഇനിയിപ്പോൾ അതാ ഗോതമ്പ് പൊടി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കൂലേ, ആ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും ചായയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊടികൾ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കും ഇങ്ങനത്തെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ മക്കൾക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവട്ടെ. പാൻ കേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും. മൈദ വേണമെങ്കിലും ഉപയോഗിക്കുക, ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ചിങ്ങാണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലാണ് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു ദോശകളാക്കിയിട്ടല്ലേ നമ്മൾ പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി ഏകദേശം ഇവിടെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനില്ലേ ഇപ്പുറത്തെ ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുഞ്ഞു പാൻ കേക്ക് ഉണ്ടാക്കി ഇതിൽ നമ്മൾ പാനപ്പം ഉണ്ടാക്കുമല്ലോ ആ ഒരു രൂപത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്താ മാതിരി എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ പാലപ്പ ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി വാങ്ങിക്കണമെന്നല്ലാതെ ഇന്നേ വരെ ഞാനതിൽ പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. എപ്പോഴും വിചാരിക്കും ഒരു ദിവസം കൂട്ടി വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. പക്ഷേ എന്തോ അതുമ്മക്ക് അങ്ങോട്ട് നിൽക്കൂല. ഈ ഒരു ചട്ടി ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വറവിടാനും അതുപോലെ തന്നെ മീൻ പൊരിക്കാനൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പാലപ്പ ചട്ടിയിൽ നിന്നും ആ 2 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് പാൻ കേക്ക് ആക്കിയിട്ട് അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ കേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് ഹൈ ഫ്ലെയിമിലാണ് 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓവർ മധുരമല്ല, എന്താ പറയുക, തീരെ മധുരമില്ലായി ഇല്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, പാൻ കേക്കിൻ്റെ ചട്ടി അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് പിന്നെ പാലപ്പം പോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ഒരു ഞങ്ങൾക്ക് 3 പേർക്കും ഇങ്ങനെ മക്കൾ ഓരോ ഒന്നൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്കൊരു 2 ആ രീതിയിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ ഞാനിന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനോ അതൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുടുക്കയിലേക്ക് വെള്ളം എടുത്തപ്പോൾ കുടുക്ക നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതിന്ന് അരിയിടാൻ പറ്റൂലല്ലോ കുടുക്ക നിറഞ്ഞു പോയാൽ. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അതിന്ന് കോരി മാറ്റിയാണ് കേട്ടോ. പിന്നെ അരിയിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ കത്തിക്കിട്ട് എന്താ പറയുക ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാം. നമുക്ക് കൂട്ടാനും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ചിരുന്നില്ലേ, തലേ ദിവസം നമ്മൾ വാങ്ങിച്ച ആ ഒരു കപ്പാണ് കേട്ടോ. കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചായയും കുടിക്കാം, പിന്നെ അതിലേക്ക് ഉപ്പേരിൻ്റെ കാര്യങ്ങളും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിവാക്ക് സ്കൂളില്ല കേട്ടോ. അവരുടെ സ്കൂളിൽ കുട്ടികളെ കൂടെ പരിപാടിക്ക് എന്തിനൊക്കെ കൊണ്ടുപോകും പറഞ്ഞിട്ട് ഇവാക്ക് സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലാക്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പണികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനിയിപ്പോൾ അതന്ന് ഉപ്പേരിക്ക് ഞാൻ തലേദിവസം വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വൻപയറും പിന്നെ കറുകത്തും വന്നിട്ട് ഉപ്പേരി വെക്കുന്നത്.
അപ്പോൾ ഞാനിടുന്ന ടോപ്പ്, വീട്ടിലിടുന്ന ഡെയിലി വെയർ ടോപ്പുകളൊക്കെ എവിടുന്നാണ് വാങ്ങിക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ എന്താ പറയുക, ബ്രാൻഡഡ് സാധനങ്ങളോ അല്ലെങ്കിൽ വലിയ റേറ്റ് കൊടുത്തിട്ട് അങ്ങനത്തെ ഒന്നും ഞാനല്ല കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. ഒന്നുകിൽ മീഷോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത് ഏതെങ്കിലും ചെറിയ ചെറിയ കടകളിൽ നിന്ന് ആണ് കേട്ടോ വാങ്ങിക്കാറ്. അത് ഒരു 200 അങ്ങനെയൊക്കെ അല്ലെങ്കിൽ 250 അങ്ങനെയൊക്കെയുള്ള ടോപ്പുകളോ കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. വീട്ടിലിടുന്നതാണെന്നുണ്ടെങ്കിലും മീഷോ എന്നാണെന്നുണ്ടെങ്കിലും 2 കോംബോ ഓഫറായിട്ട് വരാറുണ്ട്. ഇന്നലെ ഇട്ട ടോപ്പ് ഉണ്ടല്ലോ, അതൊരുപാട് പേര് ചോദിച്ചു. ആ ഒരു ടോപ്പ് എന്താ പറയുക, കോംബോ ഓഫറായിട്ട് കിട്ടിയതാണ് കേട്ടോ. 220 രൂപക്ക് 2 ടോപ്പോ അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ. അതിൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ആ ഒരു വീഡിയോൻ്റെ താഴെ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറുകത്ത് ഞാനിവിടെ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ട ഈ ചുരിദാറൊക്കെ ഞാൻ കടയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അത് പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. ഇത് സെറ്റാണ് കേട്ടോ, ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറാണ്. പാൻറ്റും ടോപ്പും ഷോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോൾ കുറച്ച് വലിയ ഷോളാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാനത് ഇടാത്തത്. നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോള് സാധാ പോലെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ബാക്കിലേക്ക് വാരിക്കെട്ടി അങ്ങനെയല്ലേ അടുക്കളയിലത്തെ പണിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ വാരിക്കെട്ടല്ല അത്ര പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് കംഫർട്ട് അങ്ങനെ ആയിരിക്കും, പണികൾ എടുക്കുമ്പോൾ മക്കനെ വാരിക്കെട്ടിയിട്ടായിരിക്കും. പക്ഷേ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ അത് ഇതാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലോ വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ഷോൾ എടുത്തിട്ടതാണ്. ഇനിയിപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ചെടികൾക്കല്ല, പച്ചക്കറി നമ്മൾ കുഴിച്ചിട്ടിട്ടില്ലേ, അതിനൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് അവിടെ നമ്മളുടെ വെണ്ടക്ക തൈയും മുളകും തൈ അതുപോലെ ചീരത്തൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൾക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് 2 നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ചില ദിവസങ്ങളിൽ 1 നേരം ഒഴിക്കുള്ളൂ കേട്ടോ, മറന്നു പോകും. ഇനിയിപ്പോൾ ഞാൻ വൻപയർ കാസറോളിലാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. കുതിരാൻ വേണ്ടിയിട്ട് എന്നാൽ പെട്ടെന്ന് സോക്കായി കിട്ടും. ഇനിയിപ്പോൾ മീനാണ് കേട്ടോ ഞാൻ ആ കവറിൽ വാങ്ങി വെച്ചിട്ടുള്ളത്. അത് മത്തി മീനാണ്, മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വറ്റിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ, പുളി ഒഴിച്ച് വറ്റിച്ചെടുക്കുമല്ലോ, ആ ഒരു രൂപത്തിൽ വറ്റിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കറുകത്തും വൻപയറും കുക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് കുക്കർ അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക കേട്ടോ ഉപ്പേരിക്കുള്ളത്. അപ്പോൾ ഒന്ന് കറുകത്തും ഇതും വൻപയറും ഉപ്പേരിയും അതുപോലെ തന്നെ മത്തി മുളകിട്ടതല്ല വറ്റിച്ചതാണ് കേട്ടോ, പുളി ഒഴിച്ച് വറ്റിച്ച കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കർ അവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കത് ആ മത്തി ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാത്രം ഇങ്ങനെ മീൻ നന്നാക്കാനും ഇറച്ചി കഴുകാനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് പച്ചക്കറിയൊക്കെ അറിയാനും ഒക്കെയും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ അതിൻ്റെ ഇടയിൽ പോയി അരിഞ്ഞ് വന്ന് അപ്പോഴേക്കും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ഉപ്പേരി ഗ്യാസ് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് എന്താ പറയുക, ചെറിയുള്ളി വെച്ചെങ്ങാണ്ട് തൂമിച്ചെടുക്കാൻ വേണ്ടിട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ടെങ്ങാണ്ട് ഞാനിതാ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കറുകത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇല്ലേ, നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നെക്സ്റ്റ് കടയിലേക്ക് പോകുന്നതിനേക്കാളും ഞാൻ ചെയ്യുന്നത് നമ്മളുടെ തൊടുകിൽ എന്തൊക്കെയുള്ളത് എന്ന് നോക്കും കേട്ടോ. കറുകത്തോ ചേമ്പും തണ്ടോ അല്ലെങ്കിൽ ചീരയോ മുരിങ്ങയോ എന്താ ഉള്ളത് നോക്കും. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷനെ ഞാൻ കടയിലേക്ക് വിടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് അങ്ങനത്തേതുകൾ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. നമുക്കൊന്നുകൂടി ഹെൽത്തിയാണ്, വലിയ പൈസക്കും ചിലവില്ല കേട്ടോ. അപ്പോൾ മീനും ഇവിടെ വറ്റിച്ചെടുത്ത് പിന്നെ അയനക്കുട്ടീനെ അംഗനവാടിയിൽ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്